10 മണിച്ചെടികളിൽ വിത്തുണ്ട്, കണ്ടല്ലോ. ഇതാണ് വിത്ത്. വിത്ത് കൊഴിഞ്ഞു കിടന്ന് പുതിയത് പൊടിക്കുമ്പോൾ പുതിയ കളറ് പൂവ് കിട്ടും. ഈ ഒരു ചെടിയിൽ 2 കളർ കണ്ടോ? ഒരു പൂവിൽ 2 കളറ്. കളറ് മാറി കിട്ടും കേട്ടോ. വിത്തുകൾ വീണ് കിടന്ന് തൈകളുണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് എടുത്ത് നട്ടാൽ മതി. അതുപോലെ തൂക്കുചട്ടിയിൽ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. തൂക്കുചട്ടിയിലാകുമ്പോൾ മഴ സമയത്ത് നമുക്ക് ചരിച്ചിട്ട് കൊടുക്കാം. വലിയ ചട്ടിയിലൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റാനോ ചരിച്ചിടാനോ ഒന്നിനും പറ്റില്ല. ഈ തൂക്കുചട്ടിയിലാകുമ്പോൾ ഇതിൽ തന്നെ എല്ലാം എളുപ്പമാണ്. ചെടി നടാൻ മടിയുള്ളവർക്ക് നല്ല എളുപ്പത്തിൽ നട്ടെടുക്കാം. കണ്ടില്ലേ, ചെടിച്ചട്ടിയുടെ മധ്യത്ത് 5ഉം 6ഉം കൊണ്ട ഒടിച്ചിട്ട് മധ്യത്ത് കുത്തി കൊടുത്താൽ മതി. 4 വശം ഇതുപോലെ പടർന്നു വരും. മധ്യത്താണ് 10 മണി ചെടികൾ വയ്ക്കാനുള്ളത്, ചെടിച്ചട്ടിയുടെ മധ്യത്ത്. അപ്പോൾ 4 വശം ഇതേപോലെ പടർന്ന് കിടന്നിട്ട് ഇത് പൂക്കും. ഇതൊക്കെ വിത്തുകൾ വീണ് കിടന്നിട്ട് കിളിച്ചതാണ്. രണ്ടും 2 മഞ്ഞ കളറാണ്. 2 കളറല്ലേ, നോക്കൂ. ഇത് കണ്ടില്ലേ, നല്ല ഡിസൈനുണ്ട്. വെള്ളയിൽ നിറം മാറി അല്ലേ, ഡിസൈനും ഉണ്ട്, ഒരു മഞ്ഞ കളറും ഉണ്ട്. വെറൈറ്റിയുള്ള പൂക്കളും പച്ചക്കറികളും കിട്ടണമെങ്കിൽ കൃത്യമായിട്ടും തേനീച്ചയെ വളർത്തിയാലേ പറ്റൂ. പൂമ്പടിയും കൊണ്ട് നമ്മൾ പരാഗണം നടത്താൻ പോയി കഴിഞ്ഞാൽ എത്ര എണ്ണത്തിൽ നടത്തി കൊടുക്കും? അതിനേക്കാൾ ഏറ്റവും നല്ലതല്ലേ തേനീച്ചയെ വളർത്തുന്നത്. ശുദ്ധമായ തേനും കിട്ടും നമുക്ക്. ഓക്കേ, തൂക്കുചട്ടിയിലൊക്കെ നട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പടർന്ന് കിടക്കും 4 വശം. അവിടെ നിന്ന് നമുക്ക് നുള്ളിയെടുക്കാം. നുള്ളിയെടുത്ത് പുതിയ ചട്ടിയിൽ വെച്ച് നടാം. കണ്ടില്ലേ, ചെടിച്ചട്ടിയുടെ മധ്യത്ത് വേണം 10 മണികൾ ഒടിച്ചു കുത്താൻ. ഓക്കെ, ഇതുപോലെ പടർന്നിരച്ച് 4 വശവും കിടന്ന് നിറച്ച് പൂക്കും. സൂപ്പറല്ലേ? ഏത് ചെടിച്ചട്ടിയിലും നമുക്ക് ഒടിച്ചു കുത്താം. ഏത് ചെടിയുടെ കൂടെയും ഒടിച്ചു കുത്താം. പിന്നെ തനിച്ച് വിത്ത് വീണ് കിടന്നും തന്നെ കിളിച്ചോളും. എന്ത് നല്ല ഭംഗി, നല്ല കളറല്ലേ, സൂപ്പറല്ലേ? ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇതിൽ നട്ടതല്ല, ഈ ചട്ടിയിൽ നിറഞ്ഞു. അതിൽ ആ മണ്ണ് വാരി വെച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന വിത്ത് കിളിച്ചതാണ്. ഞാൻ അത് നട്ടത് അടീനിയാണ്. അപ്പം നമ്മളിങ്ങനെ നട്ടു കൊടുത്താൽ, ചെടിച്ചട്ടിയുടെ മധ്യത്ത് നട്ടു കൊടുത്താൽ ഇതേപോലെ പടർന്നിരച്ച് പോകും. നിറച്ച് പൂത്ത് പോണ്ട്. കണ്ടില്ലേ, അത് മഞ്ഞ വേറെ ചട്ടിയിലാണ് കേട്ടോ. അതിൽ മൊത്തം മഞ്ഞയാണ്. നമുക്ക് ഇനത്തിൽ എല്ലാം കൂടെ ഒടിച്ച് കുത്തിയാലും നമുക്ക് പിന്നീട് ഒടിച്ച് കുത്തി കളർ നോക്കി ഒറ്റയ്ക്ക് നമുക്ക് ഒടിച്ച് കുത്തി നടാൻ പറ്റും. ഓക്കെ, കണ്ടല്ലോ, ഇത് വലിയൊരു ചട്ടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. വലിയ ചട്ടിയിലും നടാം വിത്തിന് വേണ്ടിയൊക്കെ. പക്ഷേ മഴ സമയത്ത് പാടാണ്. മഴ സമയത്ത് ചെയ്യേണ്ടത് ചട്ടികൾ പറക്കി ചരിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചെടികൾ മീതെ ഇരിക്കുന്ന ചെടികൾ പട്ടുപോയാലും അടിയിൽ നിന്ന് കിളിച്ച് വരും. ഈ മഞ്ഞലൊക്കെ ഇഷ്ടംപോലെ വിത്ത് പിടിക്കും കേട്ടോ. ഏതാണ്ടുള്ള ചെടിയിലൊക്കെ വിത്തുണ്ട്. വിത്തില്ലാത്തതൊക്കെ നമുക്ക് ഒടിച്ചു കുത്തി നടാം. പല കളറും ഈ മഞ്ഞയൊക്കെ ഏതോ ഒരു കളറ് വാങ്ങിച്ചതാണ്. അതിൽ ഇപ്പോൾ എനിക്ക് ഒരുപാട് കളറ് കിട്ടി. ഓക്കെ, താങ്ക് യു. ചാലക്കുടിയിൽ നിന്നും നിങ്ങളുടെ ലീലാമണി. ഇത് നമുക്കിതുപോലെ ഒടിച്ച് കുത്തി ഒറ്റയ്ക്ക് നടാം. ഒരു 10-12 കൊണ്ട ഒടിച്ചെടുത്ത് ഒരു ചട്ടിയിൽ വെച്ചാൽ പെട്ടെന്ന് നിറയും. ചെടിച്ചട്ടിയുടെ മധ്യത്ത് തന്നെ വെച്ച് കൊടുക്കുക. തൂക്കുചട്ടി വാങ്ങിക്കുക, തൂക്കിയിടുക കേട്ടാ. അപ്പോൾ 10 മണി എത്ര വർഷം വേണമെങ്കിലും നിൽക്കും. എല്ലാവരും പറയും നീറിപ്പോയി അഴുകിപ്പോയെന്നൊക്കെ. പക്ഷേ ഏത് ചട്ടി ആയാലും ചരിച്ചിടുക. ഗ്രോ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാൽ
നമുക്ക് വിത്തെടുക്കാം. ചെടികൾ ഇതുപോലെ മണ്ട ഒടിച്ച ആൾക്കാർക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ആയുസ് കൂടുതൽ നീട്ടി കിട്ടണമെങ്കിൽ ചാണകത്തെളി ഒഴിച്ചു കൊടുക്കുക, നാടൻ വളങ്ങൾ ചെയ്യുക. പിന്നെ എന്താണ്, മഴ ആകുമ്പം ചെടിച്ചട്ടികൾ ചരിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, ഈസിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.